ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നറൂട്ടോ എന്ന ആനിമയിലെ വളരെയധികം പവേഴ്സ് ഉണ്ടായിട്ടും കുറച്ച് എപ്പിസോഡിൽ മാത്രം വളരെ ഡീഗ്രേഡ് ചെയ്ത് കാണിച്ച 5 കഥാപാത്രങ്ങളെ പറ്റിയാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ചാനലിൽ ആനിമെ കാർട്ടൂൺ കണ്ടന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇനി ഒന്നും പറഞ്ഞ് ഞാൻ വേഗിക്കുന്നില്ല, വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ലിസ്റ്റിലുള്ള 5ാമത്തെ കഥാപാത്രമാണ് യാമട്ടോ സെൻസൈ. നറൂട്ടോ സീരീസിൽ കക്കാഷിക്ക് പകരമായിട്ടാണ് യാമട്ടോ ഷിപ്പോഡനിൽ വരുന്നത്. യാമട്ടോയുടെ മെയിൻ പവർ എന്നത് വുഡ് സ്റ്റൈൽ ടെക്നിക്കാണ്. വുഡ് റിലീസ് ചെയ്യാനായിട്ട് കഴിയുന്ന വളരെ കുറച്ച് ആളുകൾ മാത്രമേ നറൂട്ടോ സീരീസിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ടെക്നിക്ക് വളരെ അധികം സ്പെഷ്യലാണ്. എന്നാൽ നറൂട്ടോ സീരീസിൽ യാമട്ടോ സെൻസൈയെ വളരെ കുറച്ച് മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ. ഇതിനുള്ള കാരണം ടീം 7ന്റെ ഒരൊറ്റ മിഷനിൽ മാത്രമാണ് യാമട്ടോ സെൻസൈ ലീഡ് ചെയ്യുന്നത്. അതിനുശേഷം യാമട്ടോ സെൻസൈയെ അധികമായി എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നറൂട്ടോയിലെ വാർ ആർക്കിലൊക്കെ യാമട്ടോക്ക് ഈ ഒരു വുഡ് സ്റ്റൈൽ പവറൊക്കെ വളരെ കൺട്രോൾഡായിട്ട് യൂസ് ചെയ്യാനായിട്ട് കഴിയുമായിരുന്നു. യാമട്ടോ സെൻസൈയെ കുറച്ചുകൂടി സ്ക്രീൻ ടൈം കൊടുത്തിരുന്നെങ്കിൽ സീരീസ് ഒന്നുകൂടി അടിപൊളി ആയേനെ. ഇത് ഞാനിവിടെ പറയാനുള്ള കൃത്യമായൊരു കാരണമുണ്ട്. ഫസ്റ്റ് ഹൊക്കാഗെയുടെ വളരെ സ്പെഷ്യലായ ഒരു ടെക്നിക്കാണ് വുഡ് സ്റ്റൈൽ. അങ്ങനെയുള്ള ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കഥാപാത്രത്തിന് ഒന്നുകൂടി സ്ക്രീൻ ടൈം കൊടുക്കാമായിരുന്നു. നമ്മുടെ ലിസ്റ്റിലുള്ള 4ാമത്തെ കഥാപാത്രമാണ് സാസുരി. അക്കാഡ്സുക്കി എന്ന ഓർഗനൈസേഷനിലെ ഒരു മെമ്പറാണ് സാസുരി എന്നത്. സാസുരിയെ ഒരു ലിസ്റ്റിലിടാനുള്ള കൃത്യമായ കാരണമുണ്ട്. സാസുരി പപ്പട്ട് മാസ്റ്റർ ആണ്. ഒരുപാടധികം പപ്പട്ടുകൾ സാസുരിക്ക് ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സാസുരിയുടെ പോയിസൺ. ആ ഒരു പോയിസൺ വളരെ അധികം എഫക്റ്റീവാണ്. ഒരു പരിധി വരെയുള്ള ആളുകൾക്കൊന്നും അതിൽ നിന്നും എസ്കേപ്പ് ആവാനായിട്ട് കഴിയില്ല. ഇതൊക്കെ സാസുരിയുടെ മെയിൻ പവേഴ്സ് ആണ്. ദെൻ പപ്പട്ട് ബോഡി, പപ്പട്ട് ടെക്നിക്കും ഒക്കെ കൃത്യമായി സാസുരിക്ക് അറിയാം. അങ്ങനെ ഓവറോൾ അത്യാവശ്യം പവർഫുൾ ആയ ഒരു കഥാപാത്രം തന്നെയായിരുന്നു സാസുരി എന്നത്. അങ്ങനെയുള്ള ഒരു കഥാപാത്രത്തെ വളരെ കുറഞ്ഞ എപ്പിസോഡിൽ മാത്രമാണ് കാണിച്ചു തന്നത്. ഷിപ്പോഡന്റെ തുടക്കത്തിലാണ് സാസുരി എന്ന കഥാപാത്രത്തെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു വരുന്നത്. ആ സമയത്ത് തന്നെ സാസുരി വേഴ്സസ് സാക്കുറ എന്നൊരു ബാറ്റിൽ ഉണ്ടായി. ആ ബാറ്റിലാണെങ്കിൽ സാക്കുറ ആ സാസുരിയെ ഡിഫീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അതിനും വലിയൊരു അപമാനം ഇനി സാസുരി എന്നൊരു കഥാപാത്രത്തിന് തന്നെ കിട്ടാനില്ല. ഒരു കാര്യം ആലോചിക്കുക, സാസുരി എന്നതൊരു അക്കാഡ്സുക്കി മെമ്പറാണ്. ബാക്കി എത്ര കഥാപാത്രം ഉണ്ടായിരുന്നു? സാസുരി മറ്റേതെങ്കിലും കഥാപാത്രവുമായി ഫൈറ്റ് ചെയ്ത് ഡിഫീറ്റ് ആണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. നറൂട്ടോ എന്ന എൻ്റയർ സീരീസിലെ ഏറ്റവും വീക്കസ്റ്റ് ക്യാരക്ടർ തന്നെ വന്നു സാസുരിയെ ഡിഫീറ്റ് ചെയ്തപ്പോൾ ആ ഒരു കഥാപാത്രം മുഴുവനായും തന്നെ ഒരു വീക്കസ്റ്റ് ക്യാരക്ടറായിട്ടാണ് മാറിയത്. അക്കാഡ്സുക്കി മെമ്പറാണ്. അതെങ്കിലും ആലോചിച്ച് മറ്റേതെങ്കിലും ക്യാരക്ടറിനെ കൊണ്ട് ഒരു ഫൈറ്റ് നടന്നിരുന്നെങ്കിൽ അടിപൊളി ആയേനെ. നമ്മുടെ ലിസ്റ്റിലുള്ള 3ാമത്തെ കഥാപാത്രമാണ് നെജി ഹ്യൂഗ. നറൂട്ടോ ക്ലാസിക്കിലെ നെജി വേഴ്സസ് സാസുകെ എന്ന ബാറ്റിലൊക്കെ കണ്ട പലരും വിചാരിച്ച് കാണും ഈ ഒരു ബാറ്റിൽ എന്തായാലും ഷിപ്പോഡാനിലും ഉണ്ടാകുമെന്ന്. അങ്ങനെ ഒരു ബാറ്റിൽ ഒരുപാടധികം ആളുകൾ പ്രതീക്ഷിച്ച ഒരു ബാറ്റിലായിരുന്നു. ഷാരിങ്കാൻ വേഴ്സസ് യാഹുഗാൻ എന്നൊരു ബാറ്റിൽ കൃത്യമായി അവർക്ക് ഇവിടെ കാണിക്കാമായിരുന്നു. നെജി എന്നത് ഹ്യൂഗ ക്ലാനിലെ പവർഫുൾ ആയ ഒരു ക്യാരക്ടറാണ്. നെജിക്ക് ഹ്യൂഗ ക്ലാനിൻ്റെ പവേഴ്സും എടുത്തു കാണിക്കാൻ പറ്റിയ ഒരു പവർഫുൾ ക്യാരക്ടർ ആയിരുന്നു നെജി. അങ്ങനെ ഒരു പൊട്ടൻഷ്യലുള്ളൊരു കഥാപാത്രത്തെ ഷിപ്പോഡാനിൽ വളരെ വീക്കാക്കിയാണ് കാണിച്ചു തന്നത്. എന്തൊക്കെ ചെയ്യാമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഇവിടെ അവർക്ക് ഉപയോഗിക്കാമായിരുന്നു. സാസുരി വേഴ്സസ് നെജി എന്നൊരു ബാറ്റിലാണ് അവിടെ നടന്നിരുന്നതെങ്കിൽ സത്യത്തിൽ അത് അടിപൊളിയായിരുന്നേനെ. കാരണം സാസുരി എന്ന ഒരു ക്യാരക്ടറിന് ഒരു അത്യാവശ്യം ഇമ്പാക്റ്റ് കിട്ടും. നെജി എന്ന ക്യാരക്ടറും പീക്ക് ലെവലിലാവും. ഇനി വാർ ആർക്കിൽ എത്തിയപ്പോഴേക്കും ഒരു കാര്യവുമില്ലാതെയാണ് നെജിയെ ആ ടൈമിൽ കൊന്നു കളഞ്ഞത്. അങ്ങനൊരു സീനിൻ്റെ വല്ല ആവശ്യവും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഷിപ്പോഡാനിൽ കൃത്യമായ ഒരു ക്യാരക്ടറിനെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരു ബെസ്റ്റ് ക്യാരക്ടറായി നെജി ഇപ്പോഴും ഉണ്ടാകുമായിരുന്നു. പലരുടെയും ഫാൻ ഫേവറേറ്റ് ക്യാരക്ടറായിട്ട് മാറാൻ ഈ ഒരു കഥാപാത്രത്തിന് കഴിയുമായിരുന്നു. നമ്മുടെ ലിസ്റ്റിലുള്ള 2ാമത്തെ കഥാപാത്രമാണ് ഗാറ. നറൂട്ടോ ക്ലാസിക് കണ്ട ഒരാൾക്കും ഗാറ എന്ന കഥാപാത്രത്തെ മറക്കാൻ കഴിയില്ല. നറൂട്ടോ ക്ലാസിക്കിലാണെങ്കിൽ ഒരു മോൺസ്റ്ററിനെ പോലെ ആയിരിക്കും ഗാറ എന്ന കഥാപാത്രത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരിക്കുക. വളരെയധികം വയലൻ്റായ, ഒരുപാടധികം പേടിപ്പെടുത്തുന്ന, എല്ലാവരുടെയും പേടി സ്വപ്നമായിരുന്ന ഒരു കഥാപാത്രമായിരുന്നു ഗാറ. ആ ഒരു ഫൈറ്റിൻ്റെ സമയത്ത് ഒരാൾക്ക് പോലും ഗാറയുമായി ഫൈറ്റ് ചെയ്യാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യം, മറ്റാരുവാണെങ്കിലും വന്നോട്ടെ, ഗാറ മാത്രം ഓപ്പോസിറ്റ് ആയിട്ട് വരരുത് എന്നാണ്. കാരണം ഗാറ വന്നു കഴിഞ്ഞാൽ ആ ഒരു മത്സരത്തിൽ മരണം വരെ സംഭവിക്കാം. അത്രമാത്രം ഭയപ്പെട്ടിരുന്ന ഒരു കഥാപാത്രമായിരുന്നു ഗാറ. നറൂട്ടോ ഷിപ്പോഡാനിൽ എത്തിയപ്പോഴേക്കും നമ്മൾ കാണുന്നത് അത്രയ്ക്ക് പവർഫുള്ളായി നമ്മൾ ഒരുപാടധികം വിചാരിച്ചു വെച്ച ഗാറ എന്ന കഥാപാത്രത്തെ ദൈതറ കൊന്നു കളയുന്നതായിരുന്നു. നമുക്ക് ഒരിക്കലും തന്നെ വിശ്വസിക്കാൻ കഴിയാത്തൊരു സംഭവമായിരുന്നു അത്. പിന്നെ ആ ഒരു ക്യാരക്ടർ നറൂട്ടോയുടെ പൂക്കി എന്ന ആ ഒരു ലെവലിലാണ് മാറിയത്. നറൂട്ടോ പറയുന്നു, ഗാറ കേൾക്കുന്നു.
അല്ലാതെ പ്രത്യേകിച്ച് ആ ഒരു ക്യാരക്ടറിന് സ്വയം ഒന്നും തന്നെ ചെയ്യാനായിട്ടില്ല. നമ്മുടെ ലിസ്റ്റിലുള്ള ഒന്നാമത്തെ കഥാപാത്രമാണ് റോക്ക് ലീ. ഈ ഒരു കഥാപാത്രത്തെ പറ്റി എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നാറൂട്ടോ ക്ലാസിക്കിൽ റോക്ക് ലീയെ കാണിച്ചതും ഷിപ്പോഡാനിൽ റോക്ക് ലീയും തമ്മിൽ നമുക്കൊരിക്കലും കമ്പയർ ചെയ്യാൻ പോലും കഴിയില്ല. എത്ര വലിയ വ്യത്യാസമാണ് ഷിപ്പോഡാനും നാറൂട്ടോ ക്ലാസിക്കും തമ്മിലുള്ളത്. നാറൂട്ടോ ക്ലാസിക്കിൽ അതുവരെ ഒരു മണ്ടനായി കാണിച്ച് ഗാറയുമായിട്ടുള്ള ഫൈറ്റ് റോക്ക് ലീ ആരാണെന്ന് നമുക്ക് കാണിച്ചു തന്നു. അതുവരെ നാറൂട്ടോ കണ്ട് മതിയായി ഇതിലെന്താണുള്ളതെന്ന് വിചാരിച്ച് നാറൂട്ടോ മുഴുവനായിട്ട് നിർത്താൻ പോകുന്ന ആളുകൾ പോലും ആ ഒരു ബാറ്റിലിന് ശേഷം നാറൂട്ടോ എന്ന സീരീസിന്റെ തന്നെ ട്രൂ ഫാനായി മാറിയിട്ടുണ്ടാവും. അങ്ങനെ അത്രയും പീക്കിൽ കൊണ്ടുപോയി വെച്ച ഒരു കഥാപാത്രമായിരുന്നു റോക്ക് ലീ. പിന്നെ സാസുകെ റിക്കവറി മിഷനിലാണെങ്കിൽ റോക്ക് ലീ എന്ന കഥാപാത്രത്തെ ഭയങ്കരമായി പവർഫുൾ ആയിട്ടാണ് കാണിച്ചത്. കിമിമാരു വേഴ്സസ് റോക്ക് ലീ എന്ന ബാറ്റിൽ ഇപ്പോഴും ഒരുപാടധികം ഫാൻ ബേസ് ഉള്ളൊരു ബാറ്റിൽ തന്നെയാണ്. ആ ഒരു ബാറ്റിൽ കൂടി കഴിഞ്ഞപ്പോൾ റോക്ക് ലീ ഒരുപാടധികം ഫാൻ ബേസ് ഉള്ളൊരു കഥാപാത്രമായി മാറി. എന്നാൽ ഷിപ്പോഡാനിലെത്തിയപ്പോഴേക്കും റോക്ക് ലീ എന്ന ക്യാരക്ടറിനെ ഒരു ബാറ്റിൽ പോലും ഇൻവോൾവ് ആക്കിയിട്ടില്ല. ഒരു മാസ് സീൻ പോലും റോക്ക് ലീക്കില്ല. ഷിപ്പോഡാനിൽ എത്ര എപ്പിസോഡ്സ് ഉണ്ടായിരുന്നു. പല അധികം കാര്യങ്ങളിലും റോക്ക് ലീ ഉപയോഗിക്കാമായിരുന്നു. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള അത്രയും പൊട്ടൻഷ്യലുള്ളൊരു കഥാപാത്രത്തെ ഷിപ്പോഡാനിൽ വളരെ വേസ്റ്റ് ആക്കിയാണ് കാണിച്ചു തന്നത്. റോക്ക് ലീയെ പറ്റി ഒരുപാടധികം കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. റോക്ക് ലീയെ പറ്റി അടുത്തൊരു വീഡിയോയിൽ കൃത്യമായി പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോയുമായി ഉടൻ തന്നെ കാണുന്നതായിരിക്കും.